അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇന്ന് നമ്മൾ സൂറത്തുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിന്റെ ആ ബാക്കി ആയത്തുകളാണ് എടുക്കുന്നത്, 11ാമത്തെ ആയത്ത് മുതൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ, ക്ലാസ് കേട്ടിട്ടില്ലാത്തവർ അത് കേട്ടതിന് ശേഷം ഈ ക്ലാസ്സിലേക്ക് വരിക. അപ്പോൾ പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നവർ എന്ത് ചെയ്യുക? മുസ്ഹഫ് എടുത്തുകൊണ്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فضربنا على آذانهم في الكهف سنين عددا ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا صدق الله العلي العظيم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സർവശക്തന്റെ കരുണാകടാക്ഷം നമ്മിൽ സദാ വർഷിക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആ ഒരു ആമുഖം ആണ് ചെറിയൊരു രീതിയിൽ പറഞ്ഞത്. ഒരു ചുരുങ്ങിയ രീതിയിൽ ആ ഒരു ചരിത്രം എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. 11ാമത്തെ ആയത്ത് എന്താണ് എന്നതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം. ഫദറബ്ന അലാ ആദാനിഹിം. ദറബ എന്ന് പറഞ്ഞാൽ അടിച്ചു. ദറബ അടിച്ചു. ദറബ യദ്രിബു അടിച്ചു. ദറബ എന്നുള്ളതിന്റെ കൂടെ നാ എന്നാണുള്ളത്. ദറബ് നാ, ദറബ് നാ, നാം അടിച്ചു. ദറബ്ന നാം അടിച്ചു. ഫദറബ്ന അലാ ആദാനിഹിം. ഉദുനുൻ എന്ന വാക്കിന്റെ ജംഅ ബഹുവചനം പ്ലൂരലാണ് ആദാൻ. ഉദുനുൻ ജംഅണ് ആദാൻ. കാതുകൾ, ചെവികൾ. നമ്മൾ ബാങ്കിനും എന്ത് പറഞ്ഞു പോവും? ആദാൻ എന്ന് പറയുന്നവരുണ്ടാവും. അദാനാണ് ബാങ്ക്. ബാങ്ക് അദാൻ. ആദാൻ എന്ന് പറഞ്ഞാൽ കാതുകൾ. അലാ ആദാനിഹിം. അലാ ആദാനിഹിം. അല വന്നതുകൊണ്ടാണ് ആദാനി എന്ന് പറയാനുള്ള കാരണം. അലാ ആദാനിഹിം. അവരുടെ കാതുകളിന്മേൽ. അങ്ങനെയാണ് ഈ വാക്കർത്ഥം വരിക. അവരുടെ കാതുകളിന്മേൽ നാം അടിച്ചു. നാം അടിച്ചു. അപ്പോൾ നാം അവരുടെ ചെവികളിന്മേൽ അടിച്ചു. ഇത് അറബികൾക്കിടയിലുള്ള ഒരു പ്രയോഗമാണ്. അതായത് ഗാഠനിദ്രയിലാക്കി എന്ന് പറയാൻ എന്ത് പ്രയോഗിക്കും? ഈ ഒരു വാക്യം പ്രയോഗിക്കും. ഫദറബ്ന അലാ ആദാനിഹിം. നാം അവരുടെ ചെവികളിന്മേൽ അടിച്ചു എന്ന് പറഞ്ഞാൽ അവരെ ഗാഠനിദ്രയിലാഴ്ത്തി. അവരെ ഗാഠനിദ്രയിലാഴ്ത്തി. ഫിൽ കഹ്ഫി, ആ ഗുഹയിൽ. സിനീന അദദ. സിനീൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ. സിനീൻ. സനത്തുൻ എന്ന വാക്കിന്റെ ജംആണ് സിനീൻ. സനത്ത്, സിനീൻ. സിനീൻ വർഷങ്ങൾ. അദദ എന്ന് പറഞ്ഞാൽ എണ്ണം എന്നാണ്. അദദ എണ്ണത്താൽ. സിനീന അദദ എന്ന് പറഞ്ഞാൽ നിരവധി വർഷങ്ങൾ. നിരവധി
വർഷങ്ങൾ നാം അവരെ ആ ഗുഹയിൽ തന്നെ നിരവധി വർഷങ്ങൾ ഗാഠനിദ്രയിലാഴ്ത്തി. ഫദറബ്ന അലാ ആദാനിഹിം, നാം അവരുടെ ചെവികളിന്മേൽ അടിച്ചു, അതായത് നാം അവരെ ഗാഠനിദ്രയിലാഴ്ത്തി. ഫിൽ കഹ്ഫി, ആ ഗുഹയിൽ, സിനീനാദദ, നിരവധി വർഷങ്ങൾ. സുമ്മ, പിന്നീട്, ബഅസ്നാഹും, ബഅസ എന്ന് പറഞ്ഞാൽ എഴുന്നേൽപ്പിച്ചു, നിയോഗിച്ചയച്ചു എന്നൊക്കെയാണ് അർത്ഥം. ബഅസ ഇവിടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനാണ് ഇവിടെ ഈ ബഅസ പറഞ്ഞിരിക്കുന്നത്. ബഅസ നിയോഗിച്ചയച്ചു എന്നർത്ഥമുണ്ട്. ഇവിടെ ബഅസ എന്ന് പറയുന്നത് അവർ ഉറങ്ങിയിട്ടുള്ളത്, ആ ഉറക്കത്തിൽ നിന്ന് അവരെ ഉണർത്തി എന്നതിനാണ് ഇവിടെ ബഅസ പ്രയോഗിച്ചിരിക്കുന്നത്. ബഅസ അത് കഴിഞ്ഞിട്ടൊരു നാ ഉണ്ട്, ബഅസ്നാ, അപ്പോ നാം ഉണർത്തി, നാം ഉണർത്തി. ബഅസ്നാഹും, നാം അവരെ ഉണർത്തി. ഫിഅലും ഫാഇലും മഫ്ഊലും ഒക്കെ അതിലുണ്ട്. അതായത് വേർബും സബ്ജക്റ്റും ഒബ്ജക്റ്റ് ഏതിലുണ്ട്, ഒബ്ജക്റ്റ് ഒക്കെ ഏതിലുണ്ട്, ഇതില് ഉണ്ട്. ബഅസ്നാ, നാം ഉണർത്തി. ബഅസ്നാഹും, നാം അവരെ ഉണർത്തി. സുമ്മ, പിന്നീട്, ബഅസ്നാഹും, നാം അവരെ ഉണർത്തി. ലിനഅലമ, അലിമ യഅലമു, അറിഞ്ഞു. അലിമ യഅലമു, അലിമ യഅലമു. ഇത് ഫിഅൽ മാദിയാണിത് മുദാരിയാണ്. യഅലമു എന്നുള്ളതിന് യാന് പകരം നൂനാണ് വന്നിരിക്കുന്നത്. നഅലമു, നഅലമു എന്ന് പറയുമ്പോൾ എന്തായി, നാം അറിയുന്നു. ലി നഅലമ, ഈ ലി വന്നത് കൊണ്ടാണ് ഇവിടെ മ എന്ന് വരാനുള്ള കാരണം. ലി നഅലമ, നാം അറിയുന്നതിന് വേണ്ടി, നാം അറിയുന്നതിന് വേണ്ടി. അതായത് ഇതൊരു അനന്തരഫലമാണ്, അതായത് അവരുടെ തന്നെ ഒരു പ്രാർത്ഥനക്കുള്ള ഒരു ഉത്തരമാണ്. ലി നഅലമ, നാം അറിയുന്നതിന് വേണ്ടി. അയ്യുൽ ഹിസ്ബൈനി, അയ്യ് എന്ന് പറഞ്ഞാൽ ഏത്, ആര് എന്നൊക്കെയാണ് അയ്യ്. ഹിസ്ബ് എന്ന് പറഞ്ഞാൽ വിഭാഗം, കക്ഷി, വിഭാഗം. ഹിസ്ബ്, ഹിസ്ബ്. ഹിസ്ബൈനി എന്ന് പറയുമ്പോൾ അത് മുസന്നയായി, അതായത് രണ്ട് വിഭാഗം. ഹിസ്ബ്, ഹിസ്ബ്, ഹിസ്ബൈനിയാണ് ഇവിടെ വന്നിരിക്കുന്ന വാക്ക്. ഹിസ്ബൈനി എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗം. അയ്യുൽ ഹിസ്ബൈനി എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗത്തിൽ ആരാണ്, രണ്ട് വിഭാഗത്തിൽ, രണ്ട് കക്ഷികളിൽ ആരാണ്. അഹ്സ, അഹ്സ എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്തുക, എണ്ണി തിട്ടപ്പെടുത്തുക. ലിമാ ലബിസു, ലിമാ ലബിസു, ലിമ എന്ന് പറയുമ്പോൾ യാതൊന്നിന്, എന്ത്, ലബിസു, ലബിസ താമസിച്ചു, പാർത്തു. ലബിസു അവർ താമസിച്ചു. ലിമാ ലബിസു അവർ താമസിച്ചതിന്, അല്ലെങ്കിൽ അവർ താമസിച്ചത് കൊണ്ട്, അതായത് ആ ഗുഹയിലുള്ള താമസത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അമദ എന്ന് പറഞ്ഞാൽ കാലത്താൽ, അല്ലെങ്കിൽ കാലം, കാലയളവ്, സമയം, അതൊക്കെയാണ് അമദ എന്ന വാക്കിന്റെ അർത്ഥം. അതായത് അഹ്സാ ലിമാ ലബിസു അമദ എന്ന് പറഞ്ഞാൽ അവർ താമസിച്ച, അല്ലെങ്കിൽ അവരുടെ ഗുഹാവാസക്കാലം എത്ര കാലമാണ് എന്ന് തിട്ടപ്പെടുത്തിയത്, അതായത് എണ്ണി തിട്ടപ്പെടുത്തിയത് അവരിൽ ആരാണ് എന്ന് അറിയുന്നതിന് വേണ്ടി നാം അവരെ ഉണർത്തി. സുമ്മ, പിന്നീട്, ബഅസ്നാഹും, നാം അവരെ ഉണർത്തി. ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി, രണ്ട് വിഭാഗത്തിൽ ആരാണ്. അഹ്സ, എണ്ണി തിട്ടപ്പെടുത്തുന്നത്. ലിമാ ലബിസു അമദ, തങ്ങളുടെ ഗുഹാവാസക്കാലം എത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ സമയ പരിധി, അല്ലെങ്കിൽ കാലയളവ് എത്രയാണ് എന്ന് തിട്ടപ്പെടുത്തിയത് ആരാണ് എന്ന് അറിയാൻ. അതായത് ഇവിടെ അത് അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല, പിന്നെയോ ഈ ഇരുവിഭാഗം എന്ന് പറയുന്നത് ഗുഹാവാസികളിൽ തന്നെയുള്ള രണ്ടു വിഭാഗം. തൊട്ട് അടുത്ത് എന്ത് വരുന്നുണ്ട്, ആ ഒരു സംഭവം അള്ളാഹു താല പറയുന്നുണ്ട്. അവർ തന്നെ ഉണർന്ന് എഴുന്നേറ്റ് പരസ്പരം ചോദിക്കുന്നുണ്ട്, നമ്മൾ എത്രയാ ഉറങ്ങിയത്, ഇല്ല, അവര് പ്രാർത്ഥിച്ചു ആദ്യം.
ഇങ്ങനെ എന്താണ് പിന്നെ അന്വേഷിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഗുഹയിലെത്തി. പിന്നെ അവരൊരു പ്രാർത്ഥനയോട് കൂടിയാണ് അവിടെ ഇരിക്കുന്നത്. ആ സമയത്താണ് അള്ളാഹു താല അവരെ ഗാഠനിദ്രയിൽ ആഴ്ത്തുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഉണരുന്നത്. ഉണർന്നെണീറ്റപ്പോ അതിൽ തന്നെയുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ എന്താണ് അവര് പരസ്പരം ചോദിക്കുകയാണ്, എന്ത്, നമ്മൾ ഇത്രയാണോ ഉറങ്ങിയത്, പകുതിയാണോ, അല്ല ഒരു ദിവസമാണോ? അപ്പൊ അവർക്ക് എന്നെ എന്തായില്ല, മനസ്സിലായില്ല. അവർക്കത് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ അവർക്കൊരു കാര്യം ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്, എന്ത്, മരണവും മരണാനന്തര ജീവിതവും. അതായത് നമ്മൾ ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഓരോ മനുഷ്യനും തോന്നുന്നത് അവിടെ എന്തില്ല, ഒരു കാലം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി അതല്ല, ഈ പറയുന്ന രണ്ട് വിഭാഗം, വിശ്വാസികളും അവിശ്വാസികളും, അവർ തമ്മിലുള്ള വർത്തമാനങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അതായത് ഇവർ എത്ര കാലം അവിടെ കഴിഞ്ഞു, ഇത്ര നാളുകളാണോ, അതല്ല ഇത്ര നാളുകളാണോ എന്നുള്ളത് അവിശ്വാസികളും വിശ്വാസികളും തമ്മിലുള്ള ചർച്ചയാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഉണ്ട്. അപ്പോൾ സംഭവം എന്താണ്, അതിൽ അവരുടെ ഗുഹാവാസക്കാലം എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം. ഇനി എന്താണ്, ഈ ആയത്ത് മുതൽ 13ാമത്തെ ആയത്ത് മുതൽ കഥ പറഞ്ഞു തരികയാണ്. ശരിക്കും ആ കഥ നമുക്ക് പറഞ്ഞു തരികയാണ്. നഹ്നു നഖുസ്സു അലൈക. നഹ്നു എന്ന് പറഞ്ഞാൽ നാം, ഞങ്ങൾ. അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതാണ് നാം. നഖുസ്സു, ഖസ്സ യഖുസ്സു എന്ന് പറഞ്ഞാൽ വിവരിച്ചു തരിക. ഖസ്സ യഖുസ്സു, വിവരിച്ചു തരിക. നഖുസ്സു എന്ന് പറഞ്ഞാൽ നാം വിവരിക്കുന്നു. നഖുസ്സു, നാം വിവരിക്കുന്നു. യഖുസ്സു എന്ന് പറഞ്ഞാൽ അവൻ വിവരിക്കുന്നു എന്നാണ്. നഖുസ്സു, നാം വിവരിക്കുന്നു. അലൈക, താങ്കൾക്ക്. അല പ്ലസ് കാഫാണ് ഏത്, അലൈക. അലൈക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. അസ്സലാമു അലൈക്കും. അലൈക, താങ്കൾക്ക്. നാം താങ്കൾക്ക് വിവരിച്ചു തരുന്നു, കഥ പറഞ്ഞു തരുന്നു. നബഅഹും, അവരുടെ വാർത്ത അല്ലെങ്കിൽ അവരുടെ വർത്തമാനം. നബ എന്ന് പറഞ്ഞാല് വാർത്ത, വർത്തമാനം. നബഇന്റെ കൂടെ എന്തുകൂടെ വന്നിട്ടുണ്ട്, ഹും. അപ്പൊ അവരുടെ വർത്തമാനം. ഈ ഹും എന്ന് പറയുന്നത് അസ്ഹാബുൽ കഹ്ഫ്. അപ്പൊ ആ ഗുഹാവാസികളുടെ കഥ അല്ലെങ്കിൽ ആ ഗുഹാവാസികളുടെ വർത്തമാനം നാം താങ്കൾക്ക് പറഞ്ഞു തരുന്നു. എങ്ങനെ? ബിൽ ഹഖ്. ഹഖ് എന്ന് പറഞ്ഞാല് സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം. ബിൽ ഹഖ്, സത്യമായി അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തോടു കൂടി. അപ്പൊ എന്തായി അർത്ഥം? ആ ഗുഹാവാസികളുടെ അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ കഥ നാം താങ്കൾക്ക് വിവരിച്ചു തരുന്നു. ഇന്നഹും, തീർച്ചയായും അവർ, ഫിത്യ, അവർ യുവാക്കളായിരുന്നു. തീർച്ചയായും അവർ യുവാക്കളായിരുന്നു. ഫത്ത എന്ന വാക്കിന്റെ ജമാണ് ഫിത്യ. ഫത്ത, ഫത്ത, ഫിത്യ, യുവാക്കൾ. ജമ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ, ബഹുവചനം. ഫത്ത, ഫിത്യ. ഇന്നഹും, തീർച്ചയായും അവർ, ഫിത്യ, യുവാക്കളായിരുന്നു. ഏതാനും യുവാക്കളായിരുന്നു. ആമനു, അവർ വിശ്വസിച്ചു. ആമന വിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു. ബിറബ്ബിഹിം, അവരുടെ നാഥനിൽ. അതായത് അവരുടെ തങ്ങളുടെ നാഥനിൽ വിശ്വസിച്ച ഏതാനും യുവാക്കളായിരുന്നു അവർ. വസിദ്നാഹും, സാദ എന്ന് പറഞ്ഞാൽ അധികരിപ്പിച്ചു. സാദ, അധികരിപ്പിച്ചു. സിദ്ന എന്ന് പറയുമ്പോൾ നാം അധികരിപ്പിച്ചു, നാം പുരോഗതി അരുളി. വസിദ്നാഹും, നാം അവർക്ക് പുരോഗതി അരുളി. നാം അവർക്ക് പുരോഗതി അരുളി. സിദ്നാ, നാം അധികരിപ്പിച്ചു. സിദ്നാഹും, നാം അവർക്ക് അധികരിപ്പിച്ചു. ഹുദ, സന്മാർഗം. ഹുദ, സന്മാർഗം. അപ്പോ അവരവരുടെ റബ്ബില് വിശ്വാസം അർപ്പിച്ചപ്പോ അള്ളാഹു അവർക്ക് എന്ത് ചെയ്തു കൊടുത്തു? അവരുടെ ആ ഒരു സന്മാർഗത്തിൽ അവർക്ക് പുരോഗതി അരുളി. അങ്ങനെയുള്ള ഏതാനും
യുവാക്കളായിരുന്നു അവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളോട് ഓരോരുത്തരോടുമാണ് അല്ലാഹു തആല ഈ ഒരു സംഭവം പറഞ്ഞു തരുന്നത്. ആരാണോ ഖുർആൻ ഓതുന്നത്, ആരാണോ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അവരോടാണ് വർത്തമാനങ്ങൾ അല്ലാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റബത്ത എന്ന് പറഞ്ഞാൽ ദൃഢീകരിച്ചു. റബത്തുന എന്ന് പറയുമ്പോൾ എന്തായി? റബത്തുന, നാം ദൃഢീകരിച്ചു. നാം ദൃഢീകരിക്കുകയും ചെയ്തു. അലാ ഖുലൂബിഹിം, ഖൽബ്, ഖുലൂബ്, ഹൃദയം. അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ നാം ദൃഢീകരിക്കുകയും ചെയ്തു. ഇദ് ഖാമൂ, അവർ എഴുന്നേറ്റപ്പോൾ. ഇദ് എന്ന് പറയുന്നത് ഒരു സന്ദർഭത്തെ കുറിക്കാനാണ് ആ ഒരു ദർഫ് പ്രയോഗിക്കുക, ആ ഒരു ഹർഫ് പ്രയോഗിക്കുന്നത്. ദർഫാണത്. ഇദ് ഖാമൂ, ഖാമ എഴുന്നേറ്റു, ഖാമൂ അവർ എഴുന്നേറ്റു. ഇദ് ഖാമൂ, അവർ എഴുന്നേറ്റപ്പോൾ, നാം ദൃഢീകരിക്കുകയും ചെയ്തു. ഇദ് ഖാമൂ, അവർ എഴുന്നേറ്റപ്പോൾ. ഫഖാലൂ, അങ്ങനെ അവർ പ്രഖ്യാപിച്ചു. റബ്ബുന, ഞങ്ങളുടെ റബ്ബ്. വറബത്തുന അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ എന്ന് പറയുമ്പം അവർ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിക്കുന്ന ആ സന്ദർഭത്തിൽ നാം അവരുടെ ഹൃദയങ്ങളെ ദൃഢീകരിക്കുകയും ചെയ്തു. ഈ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് എന്തല്ല, ജസ്റ്റ് കസേരയിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളതല്ല. അവരുടെ നിലപാട് ഉറക്കെ പറയാൻ എന്തായി? അവർ സന്നദ്ധരായി എന്നുള്ളതാണ്. തങ്ങൾ ആരാണ്, തങ്ങൾ ആരിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് അവർ ആരുടെ മുന്നിലും എന്താണ് പറയാൻ തയ്യാറായി. അങ്ങനെ ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് ഈ പറയുന്ന ഇദ് ഖാമൂ എന്നുള്ളത്. അതല്ലാതെ ജസ്റ്റ് ഇരുന്നെടുത്തുനിന്ന് ഇങ്ങനെ എഴുന്നേൽക്കാന്നല്ല. ഉത്തിഷ്ഠരായി എന്നൊക്കെ പറയൂലേ, അതാണ്. അവരുടെ നിലപാട് എന്താണ്, അവരുടെ വിശ്വാസം എന്താണ് എന്നുള്ളത് ഉറക്കെ പറയാൻ ഈ പറയുന്ന യുവാക്കൾ എന്തായി? തയ്യാറായി. അങ്ങനെ അവര് എഴുന്നേറ്റ് നിന്ന സന്ദർഭം. ഫഖാലൂ, എന്നിട്ട് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്താണ് പ്രഖ്യാപനം? റബ്ബുനാ, ഞങ്ങളുടെ റബ്ബ്. റബ്ബുനാ, ഞങ്ങളുടെ റബ്ബ്. റബ്ബുസ്സമാവാതി വൽ അർദി. സമാവാത്ത്, ആകാശങ്ങൾ. റബ്ബുസ്സമാവാതി, ആകാശങ്ങളുടെ റബ്ബ്. വൽ അർദി, ഭൂമിയുടെയും. ആകാശഭൂമികളുടെ റബ്ബാകുന്നു ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ. ഈ പ്രപഞ്ചത്തെ ആരാണോ സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ പ്രപഞ്ചത്തെ ആരാണോ നിയന്ത്രിക്കുന്നത്, ഈ പ്രപഞ്ചത്തെ ആരാണോ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രപഞ്ചം എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെട്ട അതിൽ നിന്നൊന്നും നമുക്ക് മാറ്റി വെക്കാനൊന്നുമില്ല. ഇന്നതിനെടുത്തിട്ട് അപ്പുറത്തോട്ട് മാറ്റട്ടെ, ഇത് പ്രപഞ്ചത്തിൽ വരുന്നതല്ല എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ആകാശം, ഭൂമി എന്ന് പറയുമ്പോൾ എന്തായി? ഈ സർവ പ്രപഞ്ചവും, അപ്പം അതിലുള്ള എല്ലാം അതിൽപ്പെട്ട്. അപ്പം ഇതിനൊക്കെയും പടച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെയും റബ്ബായിട്ടുള്ള ആ റബ്ബാകുന്നു ഞങ്ങളുടെയും റബ്ബ്. വിളിച്ചു. ഇതാണല്ലോ ദുആ, വിളി, പ്രാർത്ഥന. വിളിച്ചു. നദ്ഉ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചു. ലൻ നദ്ഉ, ഈ ലൻ എന്ന് പറയുന്നത് ഒരു ഫിഅലുൽ മുദാരിന്റെ മുന്നിലാണ് വരിക. നദ്ഉ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങൾ വിളിക്കുന്നു, ഫിഅലുൽ മുദാരിയാണ്. ഞങ്ങൾ വിളിക്കുന്നു. ഈ ലൻ വരുന്നതോട് കൂടി അതൊരു നിഷേധത്തിന്റെ അർത്ഥവുമാവും. മാത്രമല്ല ഭാവികാലം, ഇനി ചെയ്യുകയില്ല, ഒരിക്കലും ചെയ്യുകയില്ല എന്നുള്ളൊരു മീനിങ് ആണ് ലൻ വരുന്നതോടുകൂടി കിട്ടുക. ഈ ലൻ വന്നത് കൊണ്ടാണ് അവസാനത്തില് വാവിന്റെ മുകളിൽ എന്ത് കാണുന്നത്? ഒരു നസ്ബ്, അതായത് ഒരു ഫത്ഹയുടെ ഒരു അടയാളം കാണുന്നത്. ലൻ നദ്ഉവ എന്ന് പറയുന്നതോടുകൂടി എന്തായി? ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കുകയില്ല, അല്ലെങ്കിൽ വിളിക്കുകയില്ല. ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കുകയില്ല. മിൻ ദൂനിഹി, മിൻ ദൂനിഹി, ദൂന് എന്ന് പറഞ്ഞാല് കൂടാതെ, ഒഴികെ എന്നൊക്കെയാണ്.
മിൻ ദൂനിഹി അവനെ കൂടാതെ. ഈ ഹി എന്നത് മടങ്ങുന്നത് റബ്ബിലോട്ടാണ്. ആ റബ്ബിനെ കൂടാതെ ഞങ്ങൾ ഒരിക്കലും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. ഇലാഹ മറ്റൊരു ഇലാഹിനെ, അതായത് അല്ലാഹു അല്ലാത്ത വേറൊരു ദൈവത്തെയും ഒരു ഇലാഹിനെയും ഞങ്ങള് വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ ആ റബ്ബാകുന്നു ഞങ്ങളുടെയും റബ്ബ്. ആ റബ്ബിനെ അല്ലാതെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല, ഒരിക്കലും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. മിൻ ദൂനിഹി ആ റബ്ബിനെ കൂടാതെ ഇലാഹ മറ്റൊരു ഇലാഹിനെ, മറ്റൊരു ദൈവത്തെ. ലഖദ് ഖുൽനാ, ലഖദ് ഖദ് എന്ന് പറഞ്ഞാൽ സംഭവിച്ചിട്ടുണ്ട്, മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ഈ ഖദ് എന്ന ഒരു പ്രയോഗം. ലഖദ് എന്ന് പറയുമ്പോൾ എന്തായി, ഒന്നുകൂടെ ഊന്നലായി. ലഖദ് ഖുൽനാ ഇദൻ, അപ്പോൾ തീർച്ചയായും ഞങ്ങൾ പറഞ്ഞു. അതായത് ഞങ്ങൾ എങ്ങാനും അള്ളാഹുവിനെ കൂടാതെ മറ്റ് ഇലാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ ലഖദ് ഖുൽനാ ഞങ്ങള് പറഞ്ഞാൽ, ഞങ്ങൾ അഥവാ അങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഇദൻ ശതത എന്ന് പറഞ്ഞാൽ ബഹുദൂരം അല്ലെങ്കിൽ ഒരു അസത്യം എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ സത്യ വിരോധം. ശതത എന്ന് പറയുമ്പോൾ ബഹുദൂരം, അതായത് ഈ പറയുന്ന സന്മാർഗത്തിൽ നിന്ന് ഞങ്ങള് ബഹുദൂരം അകന്നു പോയത് തന്നെ. ലഖദ് ഖുൽനാ ഇദൻ ശതത, ലഖദ് ഖുൽനാ, ഖാല എന്നുള്ള വാക്കിന്റെ കൂടെ നാ എന്നതാണ് ഖുൽനാ. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അഥവാ ഞങ്ങൾ അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ, എങ്ങനെ അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ, ഇദൻ ശതത ഞങ്ങള് ബഹുദൂരം, സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോകും. വറബത്നാ നാം ദൃഢീകരിക്കുകയും ചെയ്തു, അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിന്മേൽ, ഇദ് ഖാമൂ അവർ എഴുന്നേറ്റ് നിന്ന സന്ദർഭം, ഫഖാലു എന്നിട്ട് പ്രഖ്യാപിച്ചു, ആ എഴുന്നേറ്റ് നിന്നവർ പ്രഖ്യാപിച്ചു, റബ്ബുന ഞങ്ങളുടെ റബ്ബ്, റബ്ബുസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളുടെ റബ്ബാകുന്നു, ലൻ നദ്ഉവ അതാണ് പ്രഖ്യാപനം, ഞങ്ങൾ ഒരിക്കലും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല, മിൻ ദൂനിഹി അവനെ കൂടാതെ, ഇലാഹ മറ്റൊരു ഇലാഹിനെ. തൗഹീദാണ്. തൗഹീദിൽ അവർ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ആരുടെ മുന്നിലും ഈ പറയുന്ന ചെറുപ്പക്കാരല്ലേ, ചെറുപ്പക്കാരെങ്ങനെയാണ്, ചെറുപ്പക്കാർക്കൊരു അതിൻ്റെ ഒരു മാർഗം, സന്മാർഗം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരുടെ പ്രത്യേകത, അവരത് എവിടെയും തുറന്നു പറയും എന്നുള്ളതാണ്. അവരുടെ നിലപാട് എപ്പോഴും ഒച്ചത്തിലായിരിക്കും, പേടി ഉണ്ടാവില്ല, അവരുടെ നിലപാട് ഒച്ചത്തിലായിരിക്കും, പ്രഖ്യാപനം ഒച്ചത്തിലായിരിക്കും. അതാണ് പറയുന്നത്, ഞങ്ങള് മറ്റൊരിലാഹിനെ, അള്ളാഹുവിനെ കൂടാതെ മറ്റൊരിലാഹിനെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. ലഖദ് ഖുൽനാ ഇദൻ ശതത അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ, അഥവാ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ, സത്യത്തിൽ നിന്ന് ഞങ്ങൾ എന്തായി പോവും, ബഹുദൂരം അകന്നു പോയേനെ. ശതത എന്ന് പറഞ്ഞാൽ ബഹുദൂരം എന്നാണ് അർത്ഥം, അതായത് ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോയേനെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.